നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വാർത്തകൾ വിശദമായി. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരന് സ്ഥിര വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കാണ് കഫേയുടെ നടത്തിപ്പ് ചുമതല. ചാപ്പനങ്ങാടി PMSA AVHS സ്കൂളിലെ NSS യൂണിറ്റാണ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത്. കാപ്പി, ചായ, ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക. നടുവിൽ വീൽചെയറിലിരുന്ന് ചായ കൊടുക്കുവാനും ചെറുകടികൾ നൽകാനും സൗകര്യമാകുന്ന രീതിയിലാണ് നിർമ്മാണം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ കഫേ പ്രവർത്തിക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം സ്ഥാപിച്ച കഫേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. ഭിന്നശേഷിക്കാരനായ ഒതുക്കുങ്ങൽ മുനമ്പത്ത് സ്വദേശി MK ഷംസുദ്ദീനാണ് ആദ്യത്തെ ഗുണഭോക്താവ്. ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഈ മേഖലയിൽ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരുപക്ഷെ 22-ാം തീയതി വിചാരിച്ചതെങ്കിൽ 22 എന്ന് പറയുന്നത് മറ്റന്നാൾ 223 പേർക്ക് 80% ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ 60-ന് മുകളിലേക്ക് ഭിന്നശേഷിയുള്ള ആളുകൾ ഒരുപക്ഷെ വീടിനകത്ത് കൂടെ തന്നെ ചലിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വീൽ ചെയർ ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ 7 താലൂക്കുകളിലായി ക്യാമ്പ് നടത്തി കണ്ടെത്തിയ ആദ്യത്തെ 60 പേർക്ക് ഞങ്ങൾ ഇലക്ട്രോണിക് വീൽ ചെയർ ജില്ലാ പഞ്ചായത്ത് കൊടുത്ത് ഏകദേശം 1,20,000 രൂപ വില വരുന്ന ഇലക്ട്രോണിക് വീൽ ചെയർ ആയിരുന്നു. അതിനുശേഷം നമ്മുടെ മുമ്പിലുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഏകദേശം 280ഓളം വരുന്ന ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു. ഈ 280ഓളം വരുന്ന ജില്ലയിലെ 80% മുകളിലുള്ള ഇത്തരത്തിൽ വീൽ ചെയറിൽ ഇരിക്കേണ്ട ആളുകളെ എങ്ങനെ പുറലോകം കാണിക്കാൻ പറ്റുമെന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ആലോചിച്ചപ്പോഴാണ് ത്രിതല പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ക്യാമ്പിനകത്ത് വന്ന മുഴുവൻ പേർക്കും നമുക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടെ ഏകദേശം 3,15,00,000 രൂപ അടുത്ത് തന്നെ നമ്മൾ 223 പേർക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുക്കാൻ പോകുന്നു. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ഒപ്പം പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇത്തരം ആക്സസ് കഫേകൾ ഭിന്നശേഷിക്കാർക്ക് നൽകാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്കൂളിലെ കുട്ടികളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് കഫേ ഡിഫറൻറ്റിയായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് വേണ്ടി ഇവിടെ സംഭാവന. അത് കേവലം അവരുടെ മാതാപിതാക്കളിൽ വാങ്ങിച്ച പൈസയല്ല, അവരെല്ലാവരും സ്വന്തമായി അധ്വാനിച്ച് കൃഷി ചെയ്ത് വിളവുണ്ടാക്കിയതിൽ നിന്ന് മിച്ചം വന്ന പൈസയാണെന്നുള്ളത് ഇതിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഡിഫറൻറ്റ് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വിവിധ സംഘടനകളും NGOസും എല്ലാം നമ്മുടെ ജില്ലയിലുണ്ട്. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വളരെയധികം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. പക്ഷെ ഓരോരുത്തരെയും സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുന്നതിനാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്.